നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ബൈ. ബൈ. എന്തൊരു പാവാ ഇവൻ. ഇനി ഇവന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. ഗുരുജി, രമണൻ മരണപ്പെട്ട സ്ഥലത്തു നിന്നാണ് ഇത് കിട്ടിയത്. ദൈവശക്തികൾ നിറഞ്ഞ കാശി എന്ന സ്ഥലത്ത് ഒരു സിദ്ധന്റെ ജീവസമാധിയിലുള്ള നട്ടെല്ലാണ് ആയുധം. ഇതുപയോഗിച്ചാണ് ഏഴാമത്തെ ആത്മാവിനെ നീ കണ്ടുപിടിക്കുന്നത്. ഗ്രഹണം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ കൃത്യം നിർവഹിക്കുന്നതാണ്. രമണന്റെ ത്യാഗം വെറുതെയായില്ല. അഘോരയന്ത്രം കൈവശപ്പെടുത്തി നീചശക്തികളുടെ വിജയം തടുത്ത് ജീവത്യാഗം ചെയ്തിരിക്കുകയാണ്. ഗുരുജി പറഞ്ഞ പോലെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവരോടൊന്ന് പോയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ കൊല്ലാനുള്ള ആയുധം ചെകുത്താൻമാർ കൈക്കലാക്കിയെന്നർത്ഥം. രമണയ്ക്ക് ആ നീചശക്തികളെ തടുക്കാൻ കഴിയുമെന്ന് കരുതിയാണ് ഞാൻ അവനെ അയച്ചത്. പക്ഷേ തുളസി, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ശത്രുക്കൾ ബലവാന്മാരാണെന്ന് മനസ്സിലായി. ഗുരുജി, രമണൻ ഒരുപക്ഷെ ആ ദുഷ്ടശക്തികളെ തടയാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ എനിക്കതിന് കഴിയും. എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് ദൈവിക ശക്തിയാണെന്ന് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? ഞാനും അത് തന്നെയാണ് പറയുന്നത്. എനിക്കൊരു അവസരം നൽകൂ. ആ ആത്മാവിനെ അന്വേഷിച്ചു പോയിരിക്കുന്ന ദുഷ്ടശക്തിയെ ഞാൻ കീഴ്പ്പെടുത്താം. അത് നിന്നെ കൊണ്ട് സാധിക്കുമോ തുളസി? ആത്മവിശ്വാസവും ദൈവിക ശക്തിയും എന്റെ കൂടെയുണ്ട്.